വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി. വിമുക്ത ഭടന്മാരെയും കുടുംബങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച പദ്ധതി. പ്രോജക്റ്റ് നമൻ. പ്രോജക്റ്റ് നമൻ എന്നുള്ള പദ്ധതിയാണ്. അത് പ്രതിരോധ പെൻഷൻകാരെയും വിമുക്ത ഭടന്മാരെയും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതായത് സ്പർശ് എന്ന പോർട്ടലിൽ കൂടെ പെൻഷൻകാരുടെ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോം. റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര AI പ്ലാറ്റ്ഫോം ജിയോ ബ്രെയിൻ. അക്രമകാരികളായ ചെന്നായകളെ പിടിക്കാൻ ഓപ്പറേഷൻ ബേദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? അക്രമകാരികളായ ചെന്നായകളെ പിടിക്കാൻ ഓപ്പറേഷൻ ബേദിയ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തത്? സുപ്രീം കോടതിയുടെ എത്രാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായാണ് സുപ്രീം കോടതിയുടെ പുതിയ പതാകയും ചിഹ്നവും രാഷ്ട്രപതി പ്രകാശനം ചെയ്തത്? 75ാമത്തെ. ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത്? ഗൂഗിളിൻ്റെ AI ലാബ് നിലവിൽ വരുന്നത് ചെന്നൈ. ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം രാജ്യത്ത് ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്? ഗുരുഗ്രാം. ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം? ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുമതി നൽകിയ രാജ്യം? നമീബിയ. 2024 സെപ്റ്റംബറിൽ DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത്? 2024 സെപ്റ്റംബറിൽ DRDOയുടെ ഡയറക്ടർ ജനറലായി നിയമിതയായത്? K. രാജലക്ഷ്മി മേനോൻ. വിള പരിപാലനത്തിനൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ക്യാമ്പയിൻ. വിള പരിപാലനത്തിനൊപ്പം മഴവെള്ളം മണ്ണിലേക്ക് എത്തിക്കാൻ കൂടി ലക്ഷ്യമിട്ട് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന ക്യാമ്പയിൻ. തെങ്ങിനെ തടം മണ്ണിനെ ജലം. തെങ്ങിനെ തടം മണ്ണിനെ ജലം. ബഹിരാകാശത്ത് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത? ബഹിരാകാശത്ത് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത? കഴ്സൺ കിച്ചൻ. കഴ്സൺ കിച്ചൻ. കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതി? കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു നൽകുന്ന പദ്ധതി? ഹോം ഷോപ്പ്. അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്? അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്പ്? ബൈലോഗ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറായി നിയമിതനാകുന്നത്?
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഡയറക്ടറായി നിയമിതനാകുന്നത്? ദീപാങ്കർ ബാനർജി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ബോംബർ ഡ്രോൺ FWD-200B. FWD-200B. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. 2024 നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് കാർത്തിക് വെങ്കിട്ടരാമൻ. കുഞ്ഞുങ്ങളെ ടെലിവിഷനും ഡിജിറ്റൽ മീഡിയയും കാണിക്കരുതെന്ന് കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം. കുഞ്ഞുങ്ങളെ ടെലിവിഷനും ഡിജിറ്റൽ മീഡിയയും കാണിക്കരുതെന്ന കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകിയ യൂറോപ്യൻ രാജ്യം സ്വീഡൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക സ്മരണികയായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷിക സ്മരണികയായി പ്രകാശനം ചെയ്ത ശബ്ദപുസ്തകം. ആ കുട്ടി ഗാന്ധിയെ തൊട്ടു. ആ കുട്ടി ഗാന്ധിയെ തൊട്ടു. ഇന്ത്യയിൽ AICT സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിൽ AICT സ്ഥാപിതമാകുന്നത് ഹൈദരാബാദ്. രാജ്യത്ത് ആദ്യമായി ബ്രെയിൽ ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത്. രാജ്യത്ത് ആദ്യമായി ബ്രെയിൽ ലിപിയിൽ ഇൻഷുറൻസ് പോളിസി പുറത്തിറക്കിയത് സ്റ്റാർ ഹെൽത്ത്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരയ്ക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. ഇനി പിന്നെ ഏതൊക്കെ ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത്? പോണ്ടിച്ചേരി, പോണ്ടിച്ചേരി, മാഹി, കാരയ്ക്കൽ, യാനം എന്നിവയായിരുന്നു ഫ്രഞ്ച് അധിനിവേശ പ്രദേശങ്ങൾ. ഈ പ്രദേശങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ഏതാണ്? 1954. ഫ്രാൻസിൻ്റെ അധീനതയിൽ നിന്ന് അത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടു. ഏത് വർഷമാണ്? 1954. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആനി ബെസന്റ്. 1916 പാലക്കാട് വെച്ചാണ് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. അത് അധ്യക്ഷനാരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു അധ്യക്ഷൻ. കൊല്ലം ഏതാണ്? 1916. പാലക്കാട് മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം അധ്യക്ഷ ആനി ബെസന്റ് ആയിരുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപം. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരത്തിൽ നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപം. നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതാണ്? സിറസ് മേഘങ്ങളാണ് നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്നത്. ഇനി അടുത്തത് എന്താ? സ്ട്രാറ്റസ് മേഘങ്ങൾ എന്തായിരിക്കും? തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്നു അല്ലേ? പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നറിയപ്പെടുന്നത്. തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ്. ഇനി ക്യുമുലസ് എന്താ? ക്യുമുലസ് മേഘങ്ങൾ എന്താണ്? പഞ്ഞിക്കെട്ടുകൾ പോലെ അല്ലേ? പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് ക്യുമുലസ് മേഘങ്ങൾ. കോളിഫ്ലവറിൻ്റെ ആകൃതിയിൽ ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? കോളിഫ്ലവറിൻ്റെ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്നു. അതാണ് ക്യുമുലസ് മേഘങ്ങൾ. പാളികളായി കാണപ്പെടുന്നത് സ്ട്രാറ്റസ് മേഘങ്ങൾ. നേർത്ത തൂവൽകെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതാണ്? സിറസ്. ഇനി അടുത്ത ഏതാ? നിംബസ്. നിംബസ് എന്ന് പറഞ്ഞാൽ എന്താ? മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങളാണ് നിംബസ്.
ചാരനിറത്തിലോ കറുപ്പ് നിറത്തിലോ കാണപ്പെടുന്ന മഴമേഘങ്ങൾ. നിംബസ് എന്ന് പറഞ്ഞാൽ അതൊരു മഴമേഘങ്ങളായിരിക്കും. മഴമേഘങ്ങൾ ചാരനിറത്തിലോ, ചാരനിറമോ കറുപ്പ് നിറമോ ആയിരിക്കും. കറുപ്പ് നിറമോ ആയിരിക്കും ഈ നിംബസ് മേഘങ്ങൾക്ക്. നമ്മൾ ആദ്യത്തെ കണ്ടു, സിറസ് എന്ന് പറഞ്ഞാൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ്. തിരശ്ചീന തലത്തിൽ പാളികളായി കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. അതായത് മൂടൽമഞ്ഞ് പോലെയൊക്കെ കാണപ്പെടുന്നതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. ഇനി ക്യുമുലസ് എന്താ? പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് അല്ലേ? പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്വാളിഫ്ലവറിൻ്റെ ആകൃതിയിലും ചെമ്മരിയാടിൻ്റെ രോമക്കെട്ടുകൾ പോലെയും കാണപ്പെടുന്നതാണ് ക്യുമുലസ് മേഘങ്ങൾ. നിംബസ് എന്താ? മഴമേഘങ്ങളാണ് നിംബസ് അല്ലേ? മഴമേഘങ്ങൾ ചാരനിറത്തിലും കറുപ്പ് നിറത്തിലും കാണപ്പെടുന്ന മഴമേഘങ്ങളാണ് നിംബസ്. ഇനി മേഘങ്ങളുടെ വന്ന ഒരിക്കലും ആരും തെറ്റിക്കരുത്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാതം. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന പ്രാദേശികവാതമാണ് ഫൊൻ. ഇനി എന്താണ് ചിനൂക്ക്? വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതങ്ങളിലെ കിഴക്കൻ ചെരിവിലൂടെ താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണ്. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക് എന്നറിയപ്പെടുന്നത്. വടക്കേ അമേരിക്ക റോക്കീസ് പർവ്വതനിരയിൽ വീശുന്ന കാറ്റാണ് ചിനൂക്ക് എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് ഹർമാറ്റൻ? പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന കാറ്റാണ്. ആഫ്രിക്കൻ കാറ്റാണ് ഏത്? ഹർമാറ്റൻ എന്നറിയപ്പെടുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ വീശുന്ന വരണ്ട കാറ്റാണ് ഹർമാറ്റൻ. ഹർമാറ്റനെ ഡോക്ടർ എന്നും അറിയപ്പെടുന്നു. ഹർമാറ്റൻ അറിയപ്പെടുന്ന മറ്റൊരു പേരേതാണ്? ഡോക്ടർ എന്നും അറിയപ്പെടുന്ന പ്രാദേശികവാതമാണ് ഹർമാറ്റൻ. അത് വീശുന്നത് ആഫ്രിക്കയിലാണ്. ചിനൂക്ക് എവിടെയാണ് വീശുന്നത്? വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതനിരയിലാണ് ചിനൂക്ക് വീശുന്നത്. ഫൊൻ നമ്മൾ പറഞ്ഞു ആൽപ്സ് പർവ്വതനിരയിലാണ് വീശുന്നത്. അടുത്തത് ഏതാ? ലൂ എവിടെയാണ് വീശുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് അല്ലേ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഫൊന്ന് ആൽപ്സ് പർവ്വതനിരയിൽ, ചിനൂക്ക് റോക്കീസ് പർവ്വതനിരയിലാണ് വടക്കേ അമേരിക്കയിലെ. ഹർമാറ്റൻ ആഫ്രിക്കയിലാണ് വീശുന്നത്. ഹർമാറ്റൻ്റെ മറ്റൊരു പേരാണ് ഡോക്ടർ എന്നറിയപ്പെടുന്നത്. ഫൊന്ന് എവിടെയാണ്? ആൽപ്സ് പർവ്വതനിരയിൽ വീശുന്നു. ലൂ എവിടെയാണ്? ഉത്തരേന്ത്യയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ എന്നറിയപ്പെടുന്നത്. ഉത്തർപ്രദേശിലെ ആണവോർജ നിലയം. ഉത്തർപ്രദേശിലെ ആണവോർജ നിലയം ഏതാണ്? നറോറയാണ് ഉത്തർപ്രദേശിലെ ആണവോർജ നിലയം. ഇനി അടുത്തത് താരാപൂർ എവിടെയാണ്? താരാപൂർ മഹാരാഷ്ട്രയിലാണ് താരാപൂർ. അടുത്തത് കൽപ്പാക്കം എവിടെയാണ്? തമിഴ്നാട്. കൈഗ എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ഇതൊക്കെ ആണവോർജ നിലയങ്ങളാണ്. താരാപൂർ മഹാരാഷ്ട്ര, കൽപ്പാക്കം തമിഴ്നാട്, കൈഗ ആന്ധ്രാപ്രദേശ്, നറോറ ഉത്തർപ്രദേശ്. GST ഏതുതരം നികുതിയാണ്? പരോക്ഷ നികുതിയാണ്. GST പരോക്ഷ നികുതിയാണ്. ഇനി എന്നാണ് GST നിലവിൽ വന്നത്? 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആര്യ സമാജം. ഇനി അടുത്തേതാ? സത്യശോധക് സമാജം. അതാരുടെയാണ്? ജ്യോതിറാവു ഫുലെ അല്ലേ? ജ്യോതിറാവു ഫുലെയുടെയാണ് സത്യശോധക് സമാജ്.
അടുത്തത് ഏതാ? പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആരുടെയാ? ആത്മാറാം പാണ്ഡുരംഗ്. ആത്മാറാം പാണ്ഡുരംഗിൻ്റെയാണ് ഏത്? പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. അടുത്തത് ഏതാ? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അടുത്തായിട്ട് വരുന്നത് ഏതാ? ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം. ഒന്നുകൂടി നോക്കാം. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫുലെ. പ്രാർത്ഥനാ സമാജം ആരാ? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു ആണ് ഹിതകാരിണി സമാജം. ഇനി അടുത്തത് ആരാ? തിയോസഫിക്കൽ സൊസൈറ്റി ആരാ സ്ഥാപിച്ചത്? ആനി ബസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റി ആരാണ്? ആനി ബസന്റ്. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരാണ് സ്ഥാപിച്ചത്? അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലേ? സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം. അടുത്തത് രാമകൃഷ്ണ മിഷൻ ആരാ? സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ ആരാണ് സ്ഥാപിച്ചത്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി അല്ലേ? ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ. അടുത്ത് നോക്ക്. സുരേന്ദ്രനാഥ ബാനർജി. അദ്ദേഹത്തിൻ്റെ പത്രം ഏതാണ്? ബംഗാളി. സുരേന്ദ്രനാഥ ബാനർജിയുടെ പത്രം ഏതാണ്? ബംഗാളി. സുരേന്ദ്രനാഥ് ബാനർജി ബംഗാളി. അടുത്തത് ആരാ വരുന്നത്? ലാലാ ലജ്പത് റായ്. അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് വന്ദേ മാതരമാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര്. ലാലാ ലജ്പത് റായ് വന്ദേ മാതരം. അടുത്ത ആരാ? ബാലഗംഗാധര തിലക് ഏതാ? കേസരി മറാത്ത അല്ലേ? കേസരി മറാത്തയുമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. കേസരി മറാത്ത. ലാലാ ലജ്പത് റായിയുടെ വന്ദേ മാതരം. സുരേന്ദ്രനാഥ ബാനർജിയുടെ ബംഗാളി. ദാദാഭായ് നവറോജിയുടെ വോയിസ് ഓഫ് ഇന്ത്യ. ഇനി ബോംബെ സമാചാർ ആരുടെയാ? ബോംബെ സമാചാർ ആരുടെ പത്രമാണ്? ഫർദുൻജി മസ്ബാൻ അല്ലേ? ഫർദുൻജി മസ്ബാൻ്റെ പത്രമാണ് ബോംബെ സമാചാർ. കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലക്. ബംഗാളി ആരുടെയാണ്? സുരേന്ദ്രനാഥ ബാനർജി. ഇനി വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ഇനി ഷോം പ്രകാശ് ആരുടെയാ? ഷോം പ്രകാശ് ആരുടെ? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇനി നമ്മുടെ ആനി ബസന്റിൻ്റെ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ കോമൺവീൽ അല്ലേ? ന്യൂ ഇന്ത്യ കോമൺവീൽ അല്ലേ? ന്യൂ ഇന്ത്യയും കോമൺവീലും ആരുടെയാണ്? ആനി ബസന്റ്. ഇനി ഗാന്ധിജിയുടെ നോക്കാം. യങ് ഇന്ത്യ ഹരിജൻ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? നവജീവൻ. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ ആരുടെയാണ്? ഗാന്ധിജിയുടെ അല്ലേ? അൽ ഹിലാൽ ആരുടെ പത്രമാണ്? അൽ ഹിലാൽ ആരുടെയാ? മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് അൽ ഹിലാൽ. വന്ദേ മാതരം നമ്മൾ പറഞ്ഞു ലാലാ ലജ്പത് റായ്. ഇനി നേഷൻ ആരുടെയാണ്? ഗോഖലയുടെ അല്ലേ? ഗോപാലകൃഷ്ണ ഗോഖലയുടെയാണ് നേഷൻ. ഗോപാലകൃഷ്ണ ഗോഖല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ബാലഗംഗാധര തിലകിൻ്റെ ഏതൊക്കെയാണ്? കേസരി മറാത്ത. ലാലാ ലജ്പത് റായുടെ വന്ദേ മാതരം. സുരേന്ദ്രനാഥ ബാനർജിയുടെ ബംഗാളി. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ഏതാണ്?
ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലേ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് 1942. ചമ്പാരൻ സത്യാഗ്രഹം എന്ന 1917 ചമ്പാരൻ സത്യാഗ്രഹം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക.